ജയിലിലെ പീഡനപർവം കഴിഞ്ഞിറങ്ങിയ അബ്ദുൽ നാസർ മദനിക്ക് തലസ്ഥാന നഗരം നൽകിയ സ്വീകരണത്തിന്റെ ഫയൽ ചിത്രമാണിത്. ഒരു വർഷത്തിനിപ്പുറം നിന്നുകൊണ്ട് ഈ വീഡിയോ ദൃശ്യത്തിലൂടെ ഒന്നുകൂടി കണ്ണോടിക്കുമ്പോൾ എന്തോ ഒരു പന്തികേട്. മദനിയുടെയും മതേതര മന്ത്രിമാരുടെയും തൊട്ടുപിന്നിൽ നിൽക്കുന്നത് ആരാണ്? ജമ്മുവിൽ 4 മലയാളി ഭീകരരുടെ മരണത്തിൽ കലാശിച്ച ഏറ്റുമുട്ടലിൽ രക്ഷപ്പെട്ട ശേഷം ഹൈദരാബാദിൽ വെച്ച് പിടിയിലായ മലപ്പുറം സ്വദേശി അബ്ദുൽ ജബ്ബാർ തന്നെയോ ഇത്? ദൃശ്യമാധ്യമങ്ങളിലും പത്രങ്ങളിലും 2 നാൾ മുമ്പ് വന്ന ദൃശ്യങ്ങളുമായി ഒത്തുനോക്കുമ്പോൾ കണ്ണുകളെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് സംശയം. അറിഞ്ഞോ അറിയാതെയോ വന്നുപെട്ട തീവ്രവാദി ബന്ധത്തെ എങ്ങനെയെങ്കിലും മായ്ച്ചു കളയാൻ സംഘടനകൾ ഓരോന്നായി ശ്രമിക്കുന്നതിനിടെയാണ് യാദൃച്ഛികമായി ഈ ഓർമ്മചിത്രം ACV ന്യൂസിന്റെ കണ്ണിൽപ്പെട്ടത്. തീവ്രവാദ പ്രവർത്തനവുമായി PDPക്ക് ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് പൂന്തറ സുരാജ് പറഞ്ഞ മറുപടി കൂടി ഇതിനോട് ചേർത്ത് വെക്കുന്നു. PDPയെ കുറിച്ച് അങ്ങനെ ആരും പറയില്ല. 2ാം മാനാട് കലാപം പരിശോധിച്ച് നോക്കൂ. ഒരു PDPക്കാരൻ ജയിലിലുണ്ടോ? എത്ര മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് അതിനകത്തുള്ളത്? കേരളത്തിൽ നടന്ന രാഷ്ട്രീയ സംഘടനകൾ എടുത്തു നോക്കൂ. നിയമസഭാ രേഖകൾ പരിശോധിച്ചാൽ ഒരാൾ പോലും, ഒരു PDPക്കാരൻ പോലും പ്രതിയായിട്ടുള്ളതായിട്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഏറ്റവും ഭീകര സംഘടനയെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയും, നിസ്സംശയം യൂത്ത് ലീഗാണെന്ന് പറയാൻ കഴിയും. PDP ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ വേദിയിൽ തന്നെ നിലപാട് നിന്ന ഈ ചെറുപ്പക്കാരൻ ലഷ്കർ ഇ തൊയ്ബയിലേക്ക് കേരളത്തിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രധാന ഏജന്റാണെന്നാണ് ഭീകരവിരുദ്ധ സ്ക്വാഡ് കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. ഡൽഹി സ്ഫോടനത്തിന്റെ സൂത്രധാരനായ ടി നാസറിന്റെ സഹപ്രവർത്തകനാണ് അബ്ദുൽ ജബ്ബാർ എന്നും പോലീസ് പറയുന്നു. കോടതി റിമാൻഡ് ചെയ്ത അബ്ദുൽ ജബ്ബാർ ഇപ്പോൾ കണ്ണൂർ ജയിലിലാണ്. അതീവ ഗുരുതരമായ കുറ്റം ആരോപിക്കപ്പെടുന്ന ഈ വ്യക്തി ആഭ്യന്തരമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടുവെന്ന് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. വോട്ട് ബാങ്കിന് വേണ്ടി മതേതരത്വം പറഞ്ഞ ഒടുവിൽ മതത്തിനുള്ളിലേക്ക് തന്നെ വീണുപോകുന്നവർ പിറകിൽ ആരാണ് നിൽക്കുന്നതെന്ന് വല്ലപ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് ഇനി മുതൽ നന്നായിരിക്കും.